ഞങ്ങൾ ഇങ്ങനെ പാറയൊക്കെ വലിഞ്ഞു കയറുമെന്ന് ഇക്ക പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ആ സ്ഥലത്ത് പോണത്. അപ്പൊ നമുക്ക് പോവാം. ഇക്ക വണ്ടി ഓട്ടിക്ക്, ഞാൻ ബാക്കിലിരുന്ന് വീഡിയോ എടുക്കും. അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് പോവാം. ഓക്കെ, പോവാം. ഓ, എന്റെ മുഖത്ത് കണ്ട ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ്, അതേപോലെ ഇപ്പുറത്തെ ഒരു ട്യൂബ് ലൈറ്റ്. എന്നെ ആരൊക്കെ ലവ് അടിക്കണം. നമ്മൾ എവിടെ എത്തി? പഴകുറ്റി കഴിഞ്ഞു, വെമ്പായത്തോട് പോകും. പഴകുച്ചിന്ന് വെമ്പായ റോഡ്. ഇപ്പൊ തന്നെ 5 മണി കഴിഞ്ഞ്. ഞങ്ങൾ അവിടെ എത്തുമ്പോ രാത്രിയാവും തോന്നുന്നു കേട്ടാ. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ ആ പാറ കാണാൻ പറ്റും. നമ്മൾ ആ പാറയിലാണ് ഇന്ന് പോണം. പൊട്ടത്തിനെ വിളിച്ച് പറയാൻ 1/2 മണിക്കൂറുണ്ട്. ഇക്ക പറഞ്ഞ 1/2 മണിക്കൂർ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. 1/2 മണിക്കൂർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇക്കാർക്ക് നമുക്ക് അടി കൊടുക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞ ഹിഡൻ സ്പോട്ട് ഇതോ. ആ പാറ കണ്ടോ നിങ്ങള്? കട അങ്ങോട്ട്. ആ പാറയാണ് ഞാൻ പറഞ്ഞ ഹിഡൻ സ്പോട്ട്. നമുക്കപ്പൊ അവിടെ പോവാം. വഴി അറിയാമോ? ഇല്ല, ഇക്കാക്ക് അറിയാലോ വഴി. എനിക്ക് വഴി അറിഞ്ഞൂടാ, നോക്കാം. നമുക്ക് ചോദിച്ചു പോവാം. അതാണ് പാറ. ആ പാറ കണ്ട മരത്തിന്റെ പിറകില്. എനിക്ക് ഇങ്ങനെ പോകുമ്പോ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഒക്കെ നോട്ട് ചെയ്യും. ചില ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പിങ്കി കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ വഴിക്ക് സ്കൂൾ കുട്ടി, അതില് കുറെ പേര് നിന്നിട്ട് ഒരാളാണെങ്കിൽ ഇന്നലെ എന്തോ ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്റെ അടുത്ത് വന്ന് മിണ്ടി. അപ്പൊ ഞാൻ അവളെ കണ്ടപ്പോ ചാൻസ് കൊടുത്ത്. അപ്പൊ അവളെ അടുത്ത് നിന്ന് വേറൊരു കൊച്ചാണെങ്കിൽ പിങ്കി എനിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങള് ലൈഫില് പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന്. നമ്മൾ പോലും അങ്ങനെ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം, പക്ഷെ പെട്ടെന്ന് നടന്ന്. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് പാറ കാണിച്ചു തരാം. പാറ എന്താ ഗൈസ്, ഇതാണ് ഞങ്ങൾ പോണ പാറ. ആ പാറയിൽ കയറും എന്നാണ് എന്റെ ഇക്ക പറഞ്ഞത്. പോവാൻ പറ്റുമോ ആ പാറയില്? നോക്കാം, പാടാണ്. കൊഴപ്പമില്ല, വലിഞ്ഞു കയറാം. എനിക്ക് വാഴക്കപ്പം കാണിച്ചു തരോ? നിന്ന് എവിടെയും കൊണ്ടുവന്ന ചില ഭയങ്കര വിശക്കൂല ഇക്ക, വിശപ്പിന് ആഹാരം കൊടുക്കണോന്നാണ്. വീട്ടില് ചോറുണ്ട്, നല്ല ചോറ്. അവിടെ കാണിച്ചാൽ മതി, അവിടെ ഓഫർ ഉണ്ട്. ഇവിടെ മതി എനിക്ക് വാഴക്കപ്പം. ബീഫ് കിട്ടോ? ഞാൻ ചമ്മി. നമ്മൾ അവിടെ പോയിട്ട് വലിയ കാര്യത്തിൽ വാഴക്കപ്പം ചോദിച്ചപ്പോ അവര് പറഞ്ഞു തീർന്നു. വാഴക്കപ്പം ബീഫുമാണ്. അപ്പോഴത്തേക്ക് ബീഫ് തീർന്നു പോയി. അപ്പൊ അവര് കൂട്ടിക്കെട്ടി ഇറങ്ങി. നമ്മളിപ്പോ പറയുവാണ് കൊള്ളായിരിക്കും. പഴംപൊരിയും ബീഫും കിട്ടിയില്ല. ഇക്ക പറഞ്ഞ എന്നെ കൊതിപ്പിച്ച് പഴംപൊരി ബീഫും. ഞാനല്ലേ ഇക്കായി കൊതിപ്പിച്ച. വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാം. എനിക്ക് പോണ വഴിക്ക് അവിടെ നൂഡിൽസ് ഉണ്ട്. ഇല്ല ഇക്ക, എനിക്ക് നൂഡിൽസ് വാങ്ങിച്ചാ. പാറ ഉണ്ടോ? ഓ, കണ്ട്. പാറ അല്ലല്ല വിഷയം, നൂഡിൽസ് അല്ലേ. ഇത് വഴിയൊന്നും ആയിരിക്കൂല, പാറ അപ്പുറത്താണ്. അപ്പൊ ആ വഴിയായിരിക്കും. വഴി ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്. നമ്മളപ്പം മുടുക്ക് വഴി കൂടി പോണ്. പള്ളി പാറ കയറി പോകുമ്പോ പാറ കൊള്ളൂലെങ്കിലാണ്. പാറ കൊള്ളാം. കായോണ്ടിക്കാര പാറയുണ്ട്. പാറ കൊള്ളാം. പക്ഷേ ഒരു വമട്ടം തേരുണ്ടേ. അത് ഇറങ്ങുമ്പോ ചാർജ് കയറുമല്ലോ ഓലയില്. ഓ, ഇത് ഇറങ്ങുമ്പോ ഇറങ്ങണ ചാർജ് കേറിക്കോളും. പിടിച്ചിരുന്നോ? നല്ല നേരെയാണ്. കൈ കൊടുക്കുമ്പോ പറഞ്ഞിട്ട് കൊടുക്കണ്ടേ? ഞാൻ ഇപ്പൊ മൂട്ടി വീണന്. ഓ, ഇവിടെ വീടുകളൊക്കെ ഉണ്ടാ. രാവിലെ ഒരാളായിരുന്നു കേട്ടാ. അപ്പൊ ഈ നടന്നല്ലേ പോവാൻ പറ്റൂ? എന്റെ വിശ്വാസം. നമുക്ക് നടക്കാം. ഗൈസ്, ഇതോ ആ പടിയുണ്ടോ? ആ പടിന്ന് വണ്ടി നമ്മൾ ഇവിടെ വെച്ചിട്ട് നടന്ന് പറയ പോണം. ഇതെന്തൊക്കെ 18-ാം പടിയാ? വല്ല ആവശ്യമുണ്ടോ നിനക്ക്? ഇത് കൊറേ ഉണ്ടാ? ഒരുപാടുണ്ട്. നീ പോ, ഇരുട്ടാറായി. വേർക്കൂ. എനിക്ക് വയ്യേ. പക്ഷേ ശ്രമിച്ച വിജയം എനിക്കൊന്നല്ലേ. ഞാൻ ഡോറയല്ലേ. പോട്ട്
തളർന്നാ പിങ്കി? ഓ കൊഴപ്പില്ല. ചെരുപ്പിട്ടോണ്ട് നടക്കാൻ പറ്റണില്ല എനിക്ക്. പറ്റണില്ലേ? ഇല്ല. മര്യാദക്ക് വീട്ടിലുള്ള സിനിമ കണ്ടിരിക്കാൻ. എനിക്കുണ്ടല്ലോ ഈ തേര് അറിഞ്ഞ ക്ഷീണം മാറ്റാൻ ഒരു ഷാർജയും ഒന്നുമില്ല. നൂഡിൽസും ദുഷ്ട ഒരു വെള്ളം പോലും വാങ്ങിച്ചു തന്നില്ല. ഗൈസ് സത്യത്തിൽ ഞാൻ നല്ല തളർന്നു. നടക്കാൻ ദൂരം ഉണ്ടായിരുന്നു. എന്നെ പിടിച്ചു മാറ്റി. അയ്യോ ഇത് ഇത്രയ്ക്ക് പാടാണെന്ന് ഞാൻ വിചാരിച്ചില്ലേ? പറഞ്ഞാ? എനിക്ക് ശ്വാസം മുട്ടണ്. പറഞ്ഞാ? കേട്ടാ നീ? എത്തിയോ? ഇല്ല, നടന്നോ? വാ. മാങ്ങ മാങ്ങ മാവ് മാവാ? കിളിയായ? ശ്രീ മഹാ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. അങ്ങ് റോഡിൽ നിന്നപ്പോ ഉണ്ടല്ലോ ഒരു കൊച്ചു ഗോപുരം പോലെ ഒരു സാധനം ഇരിക്കണം. അതായിരിക്കും. ഇനിയുണ്ടോ? ഉണ്ടോ? ഞങ്ങോട്ട് അല്ലോ ഏതാണ്ട് എത്താറായി. നീ കുറച്ചും കൂടെ ഉള്ളു. പിങ്കി തളർന്ന് കഴിച്ചതാ ഇറങ്ങിക്കോ. ഇല്ല, എനിക്ക് ശ്വാസം മുട്ടാണ്. കാലും തളർന്ന്. പെട്ടെന്നാവട്ടെ. പെട്ടെന്ന് പോ. ഗൈസ് ഇതാണ് സ്ഥലം എന്ന് ഞാൻ ഒരിക്കലും പറയൂല. ഇതല്ല സ്ഥലം. കുറച്ചു അമ്മോ ഈ പാറയൊക്കെ ഞാൻ വലിഞ്ഞാറണോ? എന്റെ അമ്മോ നമുക്ക് തിരിച്ചു പോവാം. നോക്ക് വ്യൂ നോക്ക്, സൂപ്പർ. അപ്പൂ അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇനിയുണ്ട്, ആയില്ല, ഇനിയുണ്ട്. പോട്ടെ. കൊള്ളാം. ഇതാണ് ചടക്ക്. നമ്മൾ ചെറുതിലെ ഇങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ വെക്കൂലേ, ആ ചടക്കാണിത്. ഇത് കൂടുതലും പാറയിലാണ് വളരണ. ഇത് അതാണ് നവരല്ല, ഇതാണ് മുള. ഇനി പറഞ്ഞുതരൂല. ക്യാമറയൊക്കെ ഉണ്ട്, അത് വർക്കിംഗ് ആണോ എന്തോ? ഇത്രേ ഉള്ളൂ. ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഇവിടെ. ഗൈസ് എനിക്ക് തോന്നണ ഇതാണ് ഇവിടുത്തെ അമ്പലക്കുളം. അമ്പലക്കുളം ആയിരിക്കും. അമ്പലക്കുളം. ഇത് ചൊടക്കിന്റെ കേന്ദ്രം തന്നെ കേട്ടാ. ഇഷ്ടംപോലെ ചൊടക്ക്. ഇനിയുണ്ട്. വീണ്ടും ഒരു കുട്ടിക്കുളം. പക്ഷെ വെള്ളം അഴുക്ക വെള്ളം. ഇതല്ലേ സ്ഥലം? ഇതാണെന്ന് തോന്നുന്നു. പോട്ട്. ഇതല്ല കേട്ടാ, പിന്നെ അപ്പുറത്താണ് ചാടേണ്ട. എങ്ങനെ ഉണ്ട്? ഇവിടെ അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഇതൊക്കെ കണ്ടിരിക്കുമ്പോ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്. കൊള്ളാന്നുണ്ടല്ലേ ഞാൻ കൊണ്ടുവന്ന ഇവിടെ. നമുക്കിനി എപ്പോഴും ഇങ്ങനെ ഹിഡൻ സ്പോട്ട് നോക്കി പോവാ. അല്ല എന്നെ പിടിയാ എനിക്കട്ടെ. റോഡ് കണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെമ്പഴുക്ക കൊള്ളാം. ഈ കായല് ഞാൻ പറിക്കാൻ നോക്കട്ടാ? വേണ്ട. അത് ഭയങ്കര പൊക്ക. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ? സെറ്റ്. നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെയുള്ള ഹിഡൻ സ്പോട്ട് ഒക്കെ നോക്കി ഇറങ്ങും. അപ്പൊ സൂപ്പർ ആയിരിക്കും, എൻജോയ് ചെയ്യാൻ. പിന്നല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിങ്കി നിന്നെ കൊണ്ടുവന്നത് എനിക്ക് പേടിയുള്ള സ്ഥലങ്ങളില്. കിഴങ്ങി തേങ്ങ ഇറങ്ങി പോവാൻ പാടില്ല, കേറി വരാനായിട്ട് പാട്. ഗൈസ് നമ്മൾ കേറി വന്നത് കണ്ടാ? ഈ മുടുക്ക് വഴിയൊക്കെയാണ് നമ്മൾ കേറി വന്നത്. ചുമ്മയാണോ ഞാൻ തളർന്നത്? ഇത്രയും വന്നിട്ടല്ലേ? എന്റെ എനർജി എല്ലാം പോയി. ഇനി താഴെ വണ്ടിയുടെ അടുത്ത് പോയിട്ട് എവിടെയെങ്കിലും കേറിയിട്ട് കുറച്ച് വെള്ളം കുടിക്കേ വല്ലതും കഴിക്കേ ചെയ്യണം. അല്ലേക്കാ
ഇല്ലില്ല വീട്ടിൽ പോയിട്ട് നീ. പ്ലീസ് നയാ വെള്ളമെങ്കിലും പൈസ ഇല്ല, കയ്യിലൊരു നയാ പൈസ ഇല്ല. പ്ലീസ് എനിക്ക് വെള്ളമെങ്കിലും വാങ്ങിച്ചു തരോ? വെള്ളമെങ്കിലും വാങ്ങിച്ചു തരോ എനിക്ക്? നിനക്കിന്നൊന്നുമില്ല, ഇല്ല, എനിക്ക് വെള്ളം ദാഹിക്കാണ്. ഇന്നൊന്നുമില്ല. എന്റെ തൊണ്ട വളരാണ്, ഛേ വരളാണ്. ഓ മറ്റേ മറ്റേ പാറയിൽ ഈ വഴിയാണെന്ന് തോന്നണ കേട്ടാ. ഓ രാത്രിയാണ്. വ്ളോഗെടുത്ത് പോവരുത്. അപ്പോഴുണ്ട് ഞാൻ അവിടെ ചറക്കിയിട്ട് ഞാൻ ഇവിടെ വീണ്. പക്ഷെ അപ്പോഴത്തേക്ക് ക്യാമറയും കട്ടായി. നന്നായി. പൊടിയായില്ല. നോക്കി ഇറങ്ങിപ്പോ വീഴല്ലോ. ഞാൻ വീഴാനില്ല. ആരെയൊക്കെ കണ്ടല്ല, സന്തോഷമായ? ഞാൻ 3 അടുത്ത് വീണ്, എന്റെ ചെരുപ്പിന് ഗ്രിപ്പില്ലാത്തോണ്ട്. അത് കുഴപ്പമില്ല, മര്യാദക്ക് കിട്ടിയിരിക്കായിരുന്നു. അതെ, ഇങ്ങനത്തെ പാറയിൽ വരണമെങ്കിൽ ഗ്രിപ്പുള്ള ചെരുപ്പ് ഇട്ടോണ്ട് വന്നില്ലെങ്കിൽ മൂടും കുത്തി താഴെ വീഴും. നീ വീണതുപോലെ അല്ലേ ഗൈസ്? അങ്ങനെ നമ്മളിതാ വണ്ടിയിലടുത്ത് എത്തി. ഇനി വിശക്കണ? ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ കഴിക്കുമല്ലോ. വീട്ടിൽ പോയിട്ട് തന്നെ കടയിൽ ആഹാരം വീട്ടിലൊന്നും കിട്ടൂല. അത് തന്നെ ഇങ്ങനെ വണ്ണം വെക്കുന്നുണ്ട്. ഗൈസ്, വെമ്പായം പോണ വഴിക്കാണ് ഇതുള്ളത്. ഇവിടെ നിന്നാണ് കയറി പോവാനുള്ളത്. ഇതാണ് ജംഗ്ഷൻ. ആ കോവിലിലാണ് നമ്മൾ പോയതെന്ന് തോന്നണം. അപ്പൊ പാറയിൽ കയറി കഴിഞ്ഞ് ഇനി ഞങ്ങള് വീട്ടിൽ പോകുന്നു. എനിക്കൊരു കുപ്പി വെള്ളം പോലും വാങ്ങിച്ചു തരാതെ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നു. പാവം കിട്ടട്ടെ, പാവം കിട്ടട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് ഈ മല വലിഞ്ഞ് കയറിയിട്ട് എനിക്ക് ഒരു തുള്ളി വെള്ളം വാങ്ങിച്ചു തരാം. ആർക്ക് മല കയറണം എന്ന് പറഞ്ഞത്? എനിക്ക് തന്നെ വെള്ളം ആര് വാങ്ങിച്ചു തരേണ്ടത്? അല്ലേ ഇക്കാല് വാങ്ങിച്ചു തരാം. അതെ, ഇത്രയും പറഞ്ഞല്ലേ വെള്ളത്തിനോട് കയറണല്ലേ, വെള്ളം വാങ്ങിച്ചു തരാം. ബാ വെള്ളം വാങ്ങിക്കാ. ഓ ബാ, നമുക്ക് കള്ള് സോഡ കുടിക്കാം. കള്ള് സോഡ. അങ്ങോട്ടൊന്നും കണ്ണ് വേണ്ടല്ലോ, അങ്ങോട്ടൊന്നും കണ്ണ് വേണ്ട. എനിക്ക് ലൈസ് വാങ്ങിച്ചു തരോ? ഇതാണ് കുഴപ്പം, കടയിൽ കൊണ്ടുവന്ന നീ എല്ലാം വേണം. പച്ചയിട്. എനിക്കിത് മതി. പച്ച മതി. നിന്റെ എത്ര ഉണ്ട്? കുടിച്ചു കഴി. ഇനിയൊന്നുമില്ല. ഗ്ലാസ് നിന്റെ എത്ര ഉണ്ട്? പിന്നെത്ര ഉണ്ട്? ഗൈസ്, നമ്മൾ വീടെത്തി. ഇതാണ് നമ്മുടെ വീട്. ഗേറ്റ് തുറക്കട്ടെ. ഇക്ക കണ്ട ഗൈസ്, ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. എന്റെ പൂക്കി ബാഗ്, ഡോറ ബാഗ്, ഇതാണ് എന്റെ ഡോറ ബാഗ്. ഇതിൽ നമുക്ക് ഒതുക്കി വെക്കാം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ആ 100 രൂപ എവിടെ? ബാക്കി ആ 100 രൂപ എവിടെ? ആ 100 രൂപ എവിടെ? ആ 100 രൂപ എവിടെ? ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഞങ്ങള് വീട്ടിൽ വന്ന് ഇനി ഫുഡ് കഴിക്കാൻ പോണം. പിന്നെ ഇന്ന് ലൈവ് പോവുമായിരിക്കും ഇൻസ്റ്റഗ്രാമില്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം, കിടന്നുറങ്ങണം. അപ്പൊ അത്രേ ഉള്ളൂ. ചാച്ചാ. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇത്രയും ചെയ്യണം.